നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം. അതുപോലെ ഈ ഒരു റീഡിങ് ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ നിങ്ങൾക്ക് മാരീഡ് സിറ്റുവേഷനിലുള്ള ആളുകളായിക്കോട്ടെ, അതുപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാം, എന്നിട്ട് റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സിക്സ് ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നുള്ളതാണ് കാണുന്നത്. അതും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കുട്ടിക്കാലം മുതൽ അറിയുന്ന പേഴ്സൺസ് ആണ്. അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളെ പേഴ്സൺ വരുന്നു, അവരുടെ ഇമോഷൻസ് നിങ്ങളുമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അവർ സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. സോറി എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ. അവർ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ചൂസ് ചെയ്ത് പോയതിൽ അവർക്ക് വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് സോറി പറയുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇതുവരെ നിങ്ങളെ വേദനിപ്പിച്ചതിന് അവർ നിങ്ങളോട് സോറി പറയുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് സോൾസ് ആണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ അവരോട് ഒരുപാട് വഴക്കിടുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ ഇവർ നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതിന് നിങ്ങൾക്ക് അവരോട് ദേഷ്യമോ പ്രശ്നമോ ഉണ്ടോ എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. അതായത് ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരോട് ദേഷ്യം കാണിക്കുകയോ, ഇതുവരെ അവർ സോറി പറഞ്ഞ് നിങ്ങളിലേക്ക് വരുവാണ്, അപ്പോൾ നിങ്ങൾ അവരോട് ദേഷ്യം കാണിക്കുമോ എന്നുള്ള ഒരു പേടി അവർക്കുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. വെയിറ്റ് എന്നാണ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ കുറച്ച് കാര്യങ്ങൾ, അതായത് കരിയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളിലാണ് അവരെന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റുമായിട്ടാണ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവർ ഈ റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയോട്ട് സംസാരിക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അവർ നല്ലൊരു ന്യൂസുമായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സോൾമേറ്റ് കാർഡാണ്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ്സ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. 2 കപ്സ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണിത്. അതുമാത്രമല്ല, നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ സെൽഫ് ഗ്രോത്ത് കൊണ്ടുവരാനും ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇത് എന്നാണ് കാണിക്കുന്നത്. ഡേ ഡ്രീമിംഗ് ആണ്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എന്താ പകൽ പോലും അവർ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പകൽക്കിനാവ് കാണുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇരിക്കുകയാണ്. അത് രാത്രി എന്നല്ല, പകലും അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് കണ്ടോ, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഇത് രണ്ടും ഏകദേശം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനും സോൾമേറ്റ് കണക്ഷനാണ് ഈ രണ്ട് കാർഡും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്, നിങ്ങളെക്കുറിച്ച് ഡേ ഡ്രീമിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ എംപ്രസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് കരുതുന്നത് നിങ്ങളെ ഫാമിലിയെ കെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത്. നിങ്ങൾക്ക് ഫാമിലിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഫാമിലിക്ക് വേണ്ട കെയറിങ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ അത്രയും ഒരു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പേഴ്സണാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത്. ഓക്കെ,
ഡൗട്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവർക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളോട് പറയാതെ പെട്ടെന്നായിരിക്കും അവർ നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ പോയെന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ അതിന് കാരണം നിങ്ങൾ അവരെ ഡൗട്ട്ഫുൾ ആയിട്ട് കണ്ടതുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. അടുത്ത കാർഡ് നോക്കാം. ദ ഹെർമിറ്റ് ആണ്. അതായത് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ ഡൗട്ട്ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടത് എന്നുള്ളത് അവർ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്താണ് അതിന് റീസൺ എന്നുള്ളത് അവരറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫോർഗീവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ അവർക്ക് ക്ഷമ കൊടുക്കണം, നിങ്ങൾ അവരോട് ക്ഷമിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അവർ നിങ്ങളിൽ നിന്ന് നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതിനും നിങ്ങളെ വിഷമത്തിലാക്കിയതിനും നിങ്ങൾ അവരോട് ക്ഷമിക്കണം. വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. സോറി എന്നാണ് നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവർക്ക് അവർ ഡേ ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. അവർ പകൽ പോലും സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. കാരണം നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് അവർ സ്വപ്നം കാണുന്നതും എല്ലാം. അവർക്ക് ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളില്ലാതെ മുൻപോട്ട് പോകാൻ വേണ്ടി പറ്റാത്തതും. ഏത് സിറ്റുവേഷൻ ആയാലും, നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയാലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സെവൻ ഓഫ് സോഴ്സ് ആണ്. അവർ പഴയ കാലങ്ങളെ കുറിച്ചുള്ള ചിന്തകളിലാണ്. പഴയ കാലങ്ങൾ, അതായത് മുൻപ് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഓരോ സിറ്റുവേഷനും അവർ ആലോചിക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ്. പാസ്റ്റിലേക്ക് നോക്കുന്നുണ്ട്. ഈ ഡേ ഡ്രീം എന്നുള്ള ആ ഒരു കാർഡാണ് ഇതിന് മാച്ചിങ് ആയിട്ട് വരുന്നത്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോയത് വിധിയാണ്. ഓക്കെ, എന്തായാലും അവർക്ക് ഈ ഒരു വിധി, അതായത് നിങ്ങൾ ഇപ്പോൾ സെപ്പറേഷൻ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ അവർ എൻഡ് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. നിങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ അൺബ്ലോക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. സൂൺ എന്നാണ് കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. ഓക്കെ, ഒരു എന്താ പറയുക, എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാരേജ് സിറ്റുവേഷനിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു കാർഡാണിത് കേട്ടോ. അവർ റീയൂണിയൻ, അതായത് നിങ്ങൾ തമ്മിലുള്ളൊരു റീയൂണിയൻ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് കാർഡുകൾ ഞാൻ എടുക്കാം എല്ലാം. വെയിറ്റ്, അവർ അവരുടെ ഫാമിലിയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അവർ ഡേ ഡ്രീം ചെയ്യുന്നു. അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ നടക്കുന്നതായിട്ട് അവർ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ പോകുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഒരു റീയൂണിയൻ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു കാർഡ്സ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ബോട്ടം എനർജി കാർഡ് എന്ന് എടുക്കാം. ഈ ഒരു കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റീയൂണിയൻ്റെ കാർഡാണ്. ഇതും ഒരു മാരേജ് സിറ്റുവേഷൻ്റെ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഒരു കാർഡാണ് കേട്ടോ അത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മെസ്സേജ് കാർഡ് കൂടി നോക്കട്ടെ. ട്വിൻ ഫ്ലെയിം സയൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രോങ് കണക്ഷനാണ്. ഈ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ അത്രയും ഒരു ഡിവൈൻ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും എൻഡായി പോകില്ല. ഇത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു റിലേഷൻഷിപ്പാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ആ കാര്യം കൺഫേംഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1987 ചിത്തിര, ലെറ്റർ ടി,
ഏപ്രിൽ. ലെറ്റർ ഒ. ലെറ്റർ ബി. ലെറ്റർ യു. സെപ്റ്റംബർ. അശ്വതി. ലെറ്റർ വി. പുണർദ്ധം. 1996. ഉത്രട്ടാതി. ലെറ്റർ വൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.